നടി ആക്രമിക്കപ്പെട്ട കേസ് നമുക്ക് മുന്നിലുണ്ട്. ശക്തമായ പിന്തുണയോടെ കേസുമായി നടി മുന്നോട്ട് പോയതിനാൽ മാത്രമാണ് കേസിൽ എന്തെങ്കിലും നടപടിയുണ്ടായത്. എന്നിട്ടും ഇപ്പോഴും അതിജീവിതയെ നമ്മൾ പെരുമഴയത്ത് നിർത്തിയിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട ഈ കേസിനെ തുടർന്നാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വേട്ടക്കാരുടെ പേരുകളെല്ലാം മറച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതുയർത്തിയ പൊടിയും പുകയും അടങ്ങിയിട്ടില്ല. നിരവധി നടിമാർ പ്രമുഖന്മാർക്കെതിരെ ലൈംഗിക പീഡനാരോപണവുമായി രംഗത്ത് വന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. സിദ്ദിഖിനെതിരെ നടി രേവതി സമ്പത്ത് വീണ്ടും ആരോപണം ഉയർത്തിയപ്പോൾ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു. പിന്നാലെ അമ്മ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. മുകേഷ്, ജയസൂര്യ, ബാബുരാജ്, ഇടവേള ബാബു, സംവിധായകരായ ശ്രീകുമാർ മേനോൻ, തുളസിദാസ് എന്നിവർക്കെതിരെയെല്ലാം ആരോപണങ്ങൾ ഉയർന്നു. സിനിമയിലെ പ്രമുഖരെല്ലാം മാളത്തിലൊളിച്ചു. സംഗതി ആകെ സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ്. സിനിമയിലെ ലൈംഗികാതിക്രമങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഈ ആരോപണങ്ങളെ തകിടം മറിക്കാനാണോ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്തരത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമ്മൾ ആവിയാക്കിയിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയായിരിക്കുമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുയർന്ന കേസുകൾക്കും സംഭവിക്കുക? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ സർക്കാർ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് കേരള പോലീസ് ആക്ട് 21(2)B വകുപ്പ് പ്രകാരമാണ്. തുടർന്ന് ഉത്തരവിറക്കണം. എങ്കിൽ മാത്രമേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അധികാരം ലഭിക്കുകയുള്ളൂ. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നതാണ് നിയമവിദഗ്ധർ പറയുന്നതും ചില മാധ്യമങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലപ്പോഴും മാധ്യമ കോലാഹലം കെട്ടടങ്ങുമ്പോൾ ഇരകൾ മാത്രമാകും. ഇരകൾ തനിച്ചാകും. കേസിൻ്റെ ഭാരം ഈ പാവങ്ങളുടെ ചുമലിലാവും. ഉത്സാഹ കമ്മിറ്റിക്കാരൊക്കെ അരങ്ങൊഴിയും. അതുകൊണ്ടാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും എന്തിന് ആരോപണം ഉന്നയിക്കാൻ പോലും പലരും മടിച്ചു നിൽക്കുന്നത്. ഈ കേസുകൾക്കും സംഭവിക്കാൻ പോകുന്നത് ഇതേ വിധിയാണോ? നമ്മുടെ നാട് ഒരിക്കലും നന്നാവില്ലേ?